السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن سهل بن سعيد رضي الله عنه قال قال رسول الله صلى الله عليه وسلم ساعتان لا ترد على داع دعوته حين تقام الصلاة وفي الصفي في سبيل الله റവാഹു അൽ ഹാക്കിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദുആയുടെ ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളും സന്ദർഭങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതക്രമം തന്നെ ഒന്ന് മാറ്റി അതിനു വേണ്ടുന്ന ശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒന്ന്, നിസ്സാരമെന്ന് തോന്നുന്നതാണെങ്കിൽ പോലും ഒരു സത്യവിശ്വാസിക്കും ഒരു ദിവസത്തിൽ 5 പ്രാവശ്യം 5 സമയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് കൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹൽ ബിൻ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഹദീസിൽ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഅതാനി, 2 സമയങ്ങളുണ്ട്. ലാ തുറദ്ദു അലാ ദാഇൻ ദഅവതഹു, ഏതൊരാൾ ദുആ ചെയ്താലും ആ ദുആ ചെയ്യുന്നവന്റെ ദുആ അല്ലാഹു തട്ടിക്കളയുകയില്ല, അവഗണിക്കുകയില്ല, ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണുള്ളത്. എപ്പോഴൊക്കെ? ഹീന തുഖാമുസ് സ്വല, സ്വലയ്ക്ക് വേണ്ടി ബാങ്ക് വിളിക്കുക, അല്ലെങ്കിൽ സ്വലയ്ക്ക് വേണ്ടി നിദാ എന്നാണ് മറ്റൊരു ഹദീസിലുള്ളത്. ഹീന ഹുദൂറിൻ നിദാ, ഇഖാമത്ത് വിളിക്കുന്ന സമയം, അല്ലാഹു അക്ബർ തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ അവസാനിക്കുന്ന ആ സമയത്തിനിടയിൽ ഒരാൾ ഏറ്റവും ചുരുങ്ങിയത് ദുആയിലെ ഏറ്റവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹയാത്ത് കാലഘട്ടത്തിന്റെ അവസാന ഭാഗത്ത് സ്ഥിരമായി ആവർത്തിച്ച് നിരന്തരമായി ദുആ ചെയ്തിട്ടുണ്ടായിരുന്ന ഖുർആനിലെ ആയത്തുണ്ട്. നമുക്കൊക്കെ അറിയുന്നതാ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖനാ അദാബന്നാർ എന്ന് ഒരാൾ ഇഖാമത്ത് വിളിക്കാൻ തുടങ്ങിയത് മുതൽ മറ്റൊരാൾ ദുആ ചെയ്യണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യങ്ങളിൽ അയാൾക്ക് നിരന്തരം പറയാൻ പറ്റും ആ ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ശ്രദ്ധിക്കാനും ശ്രമിക്കാനും ആ സമയത്ത് ദുആ ചെയ്യാനും ആ ദുആയിന് ഉത്തരം നേടിയെടുക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊന്ന് പറഞ്ഞു, സഫി സബീൽ ഫി സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധരണാങ്കണത്തിന് സ്വഫ് അനുശരിപ്പെടുത്തുന്ന സമയത്താണ്. നമുക്കിപ്പോൾ അത്തരം ഒരു അവസ്ഥ നമുക്കില്ല. എന്നാൽ മറ്റുള്ളതോ ഒരു ദിവസത്തിൽ 5 പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത് കിട്ടും. മറ്റൊരു ഹദീസിലുള്ളത് ലാ യറുദ്ദു ദുആഇ ഹീന അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം മുൻപ് നമ്മൾ പറഞ്ഞൊരു സന്ദർഭമാണ്. എങ്കിൽ കൂടി ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടി അതിൽ ഉള്ളത് കൊണ്ട് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. ബാങ്ക് ഇഖാമത്തിന്റെ ഇടയിൽ ഒരു 15 മിനിറ്റ്, അതിനിടയിൽ നമ്മുടെ നിസ്കാരം കഴിഞ്ഞു, സുന്നത്ത് നമസ്കാരം കഴിഞ്ഞു, അത് ലോഹറാണെങ്കിൽ ചിലപ്പോൾ 4 നിസ്കരിക്കുന്നവരും 2 നിസ്കരിക്കുന്നവരും സമയം കുറഞ്ഞു വന്നവരൊക്കെ ഉണ്ടാവാം. ഏതായിരുന്നാലും അതിന് ശേഷം 1 മിനിറ്റാണ് സമയം കിട്ടുന്നത്. അത് മറ്റവനെ ഒന്ന് തോണ്ടട്ടെ, എന്നിട്ട് പേര് ട്രൗസറിന്റെ നിറം പറയട്ടെ, അല്ലെങ്കിൽ മറ്റവന്റെ വരവ് പറയട്ടെ, ഇങ്ങനെ വെറുതെ ഇരുന്ന് സംസാരിച്ചു തീർക്കുന്ന ആ സമയത്തിനിടയിൽ ഞങ്ങൾ എന്താണ് റസൂലെ പറയേണ്ടത്? ലാ യറുദ്ദു ദുആ ഹീനൽ അദാനി വൽ ഇഖാമ, ഇഖാമത്തിന്റെയും അദാനിന്റെയും ഇടയിലുള്ള സമയം കിട്ടിയാൽ ഞങ്ങൾ എന്ത് പറയണം? ഫമാ ദാ നഖൂലു യാ റസൂലല്ലാഹ് ഖാല, അദ്ദേഹം പറഞ്ഞു സല്ലു ലില്ലാഹി, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുവിൻ. എന്താ ചോദിക്കേണ്ടത്? അൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ. അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ, അല്ലാഹുവേ ഇരു ലോകത്തും ഞങ്ങൾക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യണമേ, ഇഹലോകത്തും പരലോകത്തും ആഫിയത്ത്. ആ ആഫിയത്ത് കിട്ടിയാൽ അത് സാമ്പത്തിക, ശാരീരിക, മാനസികമായ എല്ലാ ആഫിയത്തും ഉൾക്കൊള്ളുന്ന ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചാൽ നേരത്തെ പറഞ്ഞ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖനാ അദാബന്നാർ, അല്ലാഹുവേ ഇഹലോകത്തുള്ള എല്ലാ നന്മകളും പരലോകത്തുള്ള എല്ലാ നന്മകളും നരകശിക്ഷയിൽ നിന്നുള്ള മോചനവും ഞങ്ങൾക്ക് നൽകണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു അതിന് ഇജാബത്ത് നൽകുക തന്നെ ചെയ്യും. അത്തരമൊരു നല്ല സൗഭാഗ്യത്തിന്റെ ഉടമകളായി തീരാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു ഭവിക്കുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുകയും
വന്നുപോയ അബദ്ധങ്ങൾ മുഴുവനും പുറത്തു മാപ്പാക്കി തന്ന് ഇരുലോകത്തും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യമുള്ള ആളുകളും പ്രയാസങ്ങളുള്ള ആളുകളും രോഗികളായ വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവരുമുണ്ട്. ഷാഫിയായ റബ്ബ് അവർക്കേവർക്കും ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സുദ്ദീഖുകളും ശുഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.